നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കേരളത്തിന് എന്തുപറ്റി? ഭ്രാന്ത് പിടിച്ച SFI റാഗിംഗ് എന്ന പേരിൽ അവർ വിദ്യാർത്ഥികളെ ക്രൂരമായി ആക്രമിക്കുന്നു, ക്രൂരമായി പീഡിപ്പിക്കുന്നു. ഏറ്റവും ഒടുവിലിത കാര്യവട്ടം ഗവൺമെന്റ് കോളേജിൽ നിന്ന് പുറത്തുവന്ന നടുക്കുന്ന വാർത്ത. ഞാൻ PGക്ക് പഠിച്ചത് കാര്യവട്ടം ക്യാമ്പസിലാണ്. അന്നൊന്നും റാഗിങ്ങിനെ കുറിച്ച് കേട്ടുകേൾവിയില്ല. പരസ്പര സ്നേഹം അതായിരുന്നു അന്ന് ക്യാമ്പസിൽ കണ്ടിരുന്നത്. 1ാം വർഷ ബയോടെക്നോളജി വിദ്യാർത്ഥിയാണ് 3ാം വർഷ ബയോടെക്നോളജി വിദ്യാർത്ഥികൾ അതിക്രൂരമായി മർദ്ദിച്ചത്. ഇതിനൊക്കെ റാഗിംഗ് എന്ന പേര് കൊടുക്കുന്നതേ ശരിയല്ല. സീനിയർ വിദ്യാർത്ഥികൾ തന്റെ കൈകാലുകൾ കെട്ടിയിട്ട് ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നുവെന്നാണ് 1ാം വർഷ വിദ്യാർത്ഥിയായ ബിൻസ് ജോസിന്റെ പരാതി. സീനിയർ വിദ്യാർത്ഥികളെ ബഹുമാനിച്ചില്ല എന്നതായിരുന്നു കുറ്റപത്രം. ബിൻസ് ജോസിനോട് അവർ മുട്ടുകുത്തി നിൽക്കാൻ ആവശ്യപ്പെട്ടു. 15 മിനിറ്റോളം അവനെ അങ്ങനെ നിർത്തി. തളർന്നു വീണ ബിൻസ് വെള്ളം ചോദിച്ചപ്പോൾ കുപ്പിവെള്ളമെടുത്ത് അതിലേക്കൊരുത്തൻ തുപ്പിയ ആ വെള്ളം കുടിക്കാൻ ബിൻസിനോട് ആവശ്യപ്പെട്ടു. ടീഷർട്ട് വലിച്ചു കീറിയപ്പോൾ അതവന്റെ കഴുത്തിൽ കുടുങ്ങി. ശ്വാസം കിട്ടാതെ അവൻ പിടച്ചു. തുപ്പിയ കുപ്പിവെള്ളം കുടിപ്പിച്ചതിന് ശേഷം ആ ക്രൂരന്മാർ അവനെ ചവിട്ടി വീഴ്ത്തി. പിന്നെ അവർ വളഞ്ഞിട്ട് മർദ്ദിച്ചു. വീട്ടിൽ പറഞ്ഞാൽ നിന്നെ കൊന്നുകളയുമെന്ന ഭീഷണി. SFIയുടെ യൂണിറ്റ് മുറിയിലിട്ടാണ് ആ വിദ്യാർത്ഥി അവർ പൊതിരെ മർദ്ദിച്ചത്. പ്രിൻസിപ്പലിനെ അറിയിച്ചാൽ നിന്റെ അന്ത്യമാണ് എന്ന് സീനിയർ വിദ്യാർത്ഥികൾ. ശേഷം അവന്റെ ഫോൺ പിടിച്ചു വാങ്ങി. വീട്ടിൽ വന്ന ആ വിദ്യാർത്ഥി ഭയപ്പെട്ട് ഒന്നും മാതാപിതാക്കളോട് ആദ്യം പറഞ്ഞില്ല. പിന്നീട് അവൻ ഡോക്ടറോട് എല്ലാ കാര്യങ്ങളും വിശദമാക്കി. മാനസികമായി അവൻ തളർന്നു. അധ്യാപകരുടെ നിർദ്ദേശപ്രകാരം ബിൻസും കൂട്ടുകാരും ബാഡ്മിന്റൺ പ്രാക്ടീസ് ചെയ്യാനായി ഗ്രൗണ്ടിലേക്ക് പോകുന്നു. ഈ സമയത്ത് സീനിയർ വിദ്യാർത്ഥികൾ അവിടെ എത്തി. ഗ്രൗണ്ടിൽ നിൽക്കേണ്ട, കയറിപ്പോകിനട എന്ന് ജൂനിയർ വിദ്യാർത്ഥികളോട് സീനിയർ വിദ്യാർത്ഥികൾ അലറി. അധ്യാപകർ പറഞ്ഞിട്ടാണ് തങ്ങൾ ഇവിടെ വന്നത് എന്ന് ജൂനിയർ വിദ്യാർത്ഥികൾ. നിന്നോടൊന്നും പറഞ്ഞാൽ മനസ്സിലാകില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് സീനിയർ വിദ്യാർത്ഥികൾ അവരെ പിടിച്ചു തള്ളുന്നു. മകന്റെ കൂട്ടുകാരനായ അഭിഷേകിനാണ് ആദ്യ അടി കിട്ടിയത് എന്ന് ബിൻസിന്റെ പിതാവ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. അവന്റെ നട്ടെല്ലിനായിരുന്നു അവർ ചവിട്ടിയത്. ആ ചവിട്ടേറ്റ് അവൻ താഴെ വീണു. ഒരുവിധം പിടഞ്ഞെഴുന്നേറ്റ് അവൻ പ്രിൻസിപ്പലിന്റെ മുറിയിലേക്ക് ഓടിപ്പോയി. പക്ഷേ എന്റെ മകനെ അവർ വട്ടമിട്ടു പിടിച്ചു. ഹോക്കി സ്റ്റിക്കും ക്രിക്കറ്റ് സ്റ്റമ്പും ഉപയോഗിച്ച് അവനെ അവർ ക്രൂരമായി മർദ്ദിച്ചു. അവന്റെ തലയിലും നെഞ്ചിലും മുതുകിലുമൊക്കെ അവർ അടിച്ചു. 1 മണിക്കൂറോളം ടീഷർട്ട് വലിച്ചൂരി ഷർട്ടില്ലാതെയാണ് അവനെ പൊതിനെ അവർ തല്ലിയത്. SFIയുടെ ഇടിമുറിയിലിട്ടായിരുന്നു ഈ ക്രൂരമർദ്ദനം. മനുഷ്യ മനസാക്ഷിയെ നടുക്കുന്ന റാഗിംഗ് ക്രൂരത നമ്മൾ ആദ്യം കേട്ടത് കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിൽ നിന്ന്. ഭൂമിയിൽ മാലാഖമാരാകേണ്ടവർ ചെകുത്താന്മാരായി മാറിയ ആ ക്രൂര സംഭവം, അതിൻ്റെ വേദന ആറുന്നതിന് മുൻപാണ് ഇപ്പോൾ മറ്റൊരു ക്രൂരമായ റാഗിംഗ് പീഡന വാർത്ത നമ്മെ നടുക്കിക്കളയുന്നത്. റാഗിങ്ങിന് പിന്നിൽ SFIക്കാരായ അതിക്രൂരന്മാർ. കോളേജിൽ ഒരൊറ്റ രാഷ്ട്രീയമേ ഉള്ളൂ, അതാണ് SFI. മറ്റ് പാർട്ടികളൊന്നും അവർ അവിടെ അനുവദിക്കില്ല. യൂണിയൻ ഓഫീസിൽ കൊണ്ടുപോയി മകനെ മർദ്ദിക്കണമെങ്കിൽ അത് SFI തന്നെ ആയിരിക്കുമല്ലോ എന്ന് ബിൻസിന്റെ മാതാവും പറയുന്നു. മകന് നീതി കിട്ടാൻ തങ്ങൾ പോരാടുമെന്ന് ഉറപ്പിച്ചു പറയുകയാണ് മാതാപിതാക്കൾ. പഴയതുപോലെ അവൻ പഠിക്കുന്നത് ഞങ്ങൾക്ക് കാണണം. നല്ല മകനെ കോളേജിലേക്ക് അയച്ചത്. ബിൻസിന് 10ാം ക്ലാസ്സിൽ കിട്ടിയത് 9 A+ഉം 1 Aയും. +2വിലും അവൻ നല്ല മാർക്കോടെ വിജയിച്ചു. എഞ്ചിനീയറിംഗിന് പോകണമെന്നായിരുന്നു അവന്റെ ആഗ്രഹം. മെറിറ്റിൽ അഡ്മിഷൻ കിട്ടിയില്ല. അല്ലാതെ പഠിക്കാനുള്ള സാമ്പത്തിക സ്ഥിതി ആ കുടുംബത്തിനുണ്ടായിരുന്നില്ല. അതുകൊണ്ട് മനസ്സോടെ അവൻ ബയോടെക്നോളജി കോഴ്സിൽ ചേർന്നു. ക്ലാസ്സിൽ പോയി തുടങ്ങി അവന് ആ വിഷയം ഇഷ്ടമായി. ബയോടെക്നോളജി അവനേറെ ഇഷ്ടപ്പെട്ടുവെന്ന് പിന്നീട് മാതാപിതാക്കളോട് പറഞ്ഞു. അടുത്ത വർഷം എഞ്ചിനീയറിംഗിന് പോകുമെന്നും പറഞ്ഞാണ് ബയോടെക്നോളജി കോഴ്സിൽ ചേർന്നതെങ്കിലും പിന്നീട് ബയോടെക്നോളജിയിൽ തുടർന്ന് പഠിക്കാനാണ് തനിക്കിഷ്ടം എന്നവൻ തിരുത്തി പറഞ്ഞു. നല്ല രീതിയിൽ പഠിച്ചു വരുമ്പോഴാണ് ആ കുടുംബത്തെ തകർത്ത ഈ ക്രൂര സംഭവം. ക്രൂരമായ പീഡനത്തിന്റെ മുഴുവൻ വിവരങ്ങൾ പറഞ്ഞ കുടുംബം അക്ഷരാർത്ഥത്തിൽ തളർന്നിരുന്നു. പിന്നീടവർ പോലീസിനെ കണ്ട് ഒരു പരാതി നൽകി. പോലീസിന്റെ മറുപടി ആ കുടുംബത്തെ വീണ്ടും തകർത്ത് കളഞ്ഞു. കോളേജിൽ പോയി ഞങ്ങളൊന്ന് അന്വേഷിക്കട്ടെ, ഈ സംഭവത്തിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ എന്ന് ഞങ്ങളൊന്ന് പരിശോധിക്കട്ടെ, അതിനുശേഷം നമുക്ക് പരാതിയെക്കുറിച്ച് ആലോചിക്കാം. കേസെടുക്കാൻ പോലീസ് ബോധപൂർവം നീട്ടിക്കൊണ്ടുപോയി. SFIയുടെ നേതാക്കളും സഖാക്കളുമൊക്കെയല്ലേ, അതുകൊണ്ട് തന്നെ പോലീസിന് ഭയം. ഭരണകൂടവുമായി ഉറച്ച ബന്ധമുള്ള വിദ്യാർത്ഥി സംഘടനയാണല്ലോ SFI. SFIക്കെതിരെ ഒരു പോലീസും തിരിയില്ല. അതാ കുട്ടി നേതാക്കൾക്ക് കൃത്യമായി അറിയാം. ഒരുപാട് വിഷമമുണ്ട്. മറുവശത്ത് ചിന്തിക്കുമ്പോൾ ഞങ്ങൾക്ക് വിഷമമുണ്ട്. ദ്രോഹിച്ച കുട്ടികൾക്ക് ഒരു ഭാവിയുണ്ട് എന്നൊക്കെ പറഞ്ഞ് ചിലർ ഇനി ഇറങ്ങും. പക്ഷേ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് കുട്ടികൾ ചെയ്തത്. ആ കോളേജിൽ തന്നെ അവന് തുടർന്ന് പഠിക്കണമെന്നാണ് ആഗ്രഹം.
പക്ഷെ അവിടെ ചേർന്നു പോയില്ലേ, അതിനുള്ള സാഹചര്യം അവനുണ്ടാകണം. ഞങ്ങളുടെ മകനെ ഒരു മുറിയിൽ പൂട്ടിയിട്ടെന്നും അവൻ ദാഹിച്ച് വെള്ളം ചോദിച്ചപ്പോൾ വെള്ളത്തിൽ തുപ്പിയിട്ടാണ് അവന് കൊടുത്തത് എന്നുമൊക്കെ ഒരു മാതാപിതാക്കൾ കേൾക്കുമ്പോൾ, കോളേജിൽ CCTV ഒക്കെയുണ്ട്, അത് കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തി പ്രതികളെ കണ്ടെത്തണം എന്ന് കേരളത്തിന്റെ സമൂഹ മനസാക്ഷിയോട് ഈ മാതാപിതാക്കൾ പറയുന്നു. കോളേജിൽ പോയാൽ ക്ലാസ്സിൽ നിന്നിറങ്ങാത്ത പ്രകൃതമാണ് മകൻ്റേത്. ക്ലാസും ലാബുമാണ് അവൻ്റെ ജീവിതം. മറ്റൊന്നിനും അവന് സമയം കിട്ടാറില്ല. അധികം ആരോടും സംസാരിക്കാറുമില്ല. എന്നാൽ അവനെ ഇത്രയധികം ക്രൂരമായി മർദ്ദിച്ചിട്ടും ആ സീനിയേഴ്സിനോട് ക്ഷമിക്കാൻ അവൻ തയ്യാറായിരുന്നു. പക്ഷെ മുറിയിൽ പൂട്ടിയിട്ട് വെള്ളം ചോദിച്ചപ്പോൾ അവർ കൊടുത്തില്ല. അതവൻ്റെ മനസ്സിനെ ആകെ തകർത്തു. ടീഷർട്ട് വലിച്ചു കീറിയപ്പോൾ അവൻ്റെ കഴുത്തിൽ കുരുങ്ങി. ശ്വാസം കിട്ടാതെ അവൻ പിടച്ചു. എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ ആ മാതാപിതാക്കൾ തേങ്ങലോടെ മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ കണ്ണ് നിറഞ്ഞ് പറയുകയാണ്. അവസാന വർഷ BSc വിദ്യാർത്ഥികളായ അലൻ, അനന്തൻ, വേലു, ശ്രാവൺ, സൽമാൻ, ഇമ്മാനുവൽ, രണ്ടാം വർഷ വിദ്യാർത്ഥി പാർത്ഥൻ എന്നിവർക്കെതിരെ കഴക്കൂട്ടം പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നു. എന്നാൽ പോലീസ് ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല. ഇവരൊക്കെ AKG സെന്ററിൽ കയറിയിറങ്ങുന്ന കുട്ടി നേതാക്കളാണ്. SFIയുടെ യൂണിയൻ ഓഫീസിൽ ഹോക്കി സ്റ്റിക്കും ക്രിക്കറ്റ് ബാറ്റുമൊക്കെ സൂക്ഷിച്ചു വച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ പല വിദ്യാർത്ഥികളെയും അവർ ക്രൂരമായി മർദ്ദിച്ചിട്ടുമുണ്ട്. ആ ക്യാമ്പസിൽ മറ്റൊരു വിദ്യാർത്ഥി സംഘടനയും പ്രവർത്തിക്കാൻ അവർ അനുവദിക്കില്ല. ഏകാധിപത്യം അതിൻ്റെ ഏറ്റവും മൂർധന്യഭാവത്തിലാണ് ഇത്തരം ക്യാമ്പസുകളിൽ. കേരളത്തിലെ ക്യാമ്പസുകളിൽ എന്ത് സംഭവിക്കുന്നു എന്നറിയാൻ ഇനി കൂടുതൽ തിരിയേണ്ടതില്ലല്ലോ. ഒരു നല്ല വിദ്യാർത്ഥി, പഠിപ്പിലൊക്കെ ഏറെ മിടുക്കൻ, മാനസിക നില തകർന്ന നിലയിൽ അവരിപ്പോൾ വീട്ടിൽ മുറിയടച്ചിരിക്കുകയാണ്. കൗൺസിലിംഗിന് വിധേയമാക്കണമെന്ന് ഡോക്ടർമാർ പറയുന്നു. ശരീരത്തിൻ്റെ ഒരു ഭാഗമാകെ വേദന കൊണ്ടവൻ പുളയുകയാണ്. ഇനി വ്യാഴാഴ്ച ചെക്കപ്പിന് കൊണ്ടുപോകുമെന്ന മാതാപിതാക്കൾ. വളരെ പ്രതീക്ഷയോടെ പഠിക്കാൻ പറ്റിയ ഒരു മകൻ്റെ ഗതി. ഇതൊക്കെ ഈ കേരളത്തിൽ സംഭവിക്കുന്നുവെങ്കിൽ എന്തുകൊണ്ടാണ് രാഷ്ട്രീയ നേതൃത്വം പ്രതികരിക്കാതിരിക്കുന്നത്? മറ്റു വിദ്യാർത്ഥികളെ തങ്ങളുടെ അടിമകളാക്കി ഭയപ്പെടുത്തി അവരെ പിന്നീട് അടിമകളെപ്പോലെ കൊണ്ടു നടക്കാൻ ശ്രമിക്കുന്ന SFI എന്ന ഒരു കിരാത സംഘടന, അവർ തന്നെയല്ലേ ഇതിൽ യഥാർത്ഥ പ്രതികൾ? അവരെ സംരക്ഷിക്കുന്ന ഈ ഭരണകൂടം തന്നെയല്ലേ ഇത്തരം ദുഷ്ചെയ്തികൾ ഈ നാട്ടിൽ തുടരാൻ അനുവദിക്കുന്നത്? തല കുനിച്ച് ലജ്ജിക്കുകയല്ലാതെ മറ്റെന്തിനു കഴിയും നമുക്കൊക്കെ? ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈറ്റ്.